ഏറെ കൊട്ടിഘോഷിച്ചു പ്രഖ്യാപിച്ച തലസ്ഥാനത്തെ ആദ്യത്തെ മൾട്ടി മൊബിലിറ്റി ഹബ് പദ്ധതി മരവിച്ച അവസ്ഥ. നിലവിൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കവുമുണ്ടെന്നാണ് വിവരം. പദ്ധതിക്കായി സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച ആദ്യവട്ട ചർച്ചകൾ നടന്നെങ്കിലും പിന്നീടങ്ങോട്ട് നടപടിയുണ്ടായില്ല. വിദഗ്ധ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ നഗരസഭ തേടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും നടന്നില്ല. 5 വർഷത്തിനകം വികസന പദ്ധതികൾ നടപ്പിലായില്ലെങ്കിൽ ഭൂമി തിരിച്ച ഭൂവുടമകൾക്ക് നൽകണമെന്നും മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നഗരസഭയുടെ 2040 വരെയുള്ള മാസ്റ്റർ പ്ലാനിലാണ് മൾട്ടി മോഡ് മൊബിലിറ്റി പ്ലാൻ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മോഡൽ മൊബിലിറ്റി ഹബ്ബ് വികസിപ്പിക്കാനുള്ള മാസ്റ്റർ പ്ലാനിലെ ശുപാർശയും നഗരസഭാ കൌൺസിൽ വഴി അംഗീകരിച്ചിരുന്നു. ആനയറയാണ് ഹബ്ബിനായി തിരഞ്ഞെടുത്തത്. തലസ്ഥാനത്തെ ഗതാഗതം സുഗമമാക്കുന്നതിന് ആധുനിക രീതിയിലുള്ള യാത്രാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സംയോജിത പൊതുഗതാഗത സംവിധാനമാണ് മൾട്ടി മൊബിലിറ്റി ഹബ്. ദേശീയപാത 66, ട്രിവാൻഡ്രം നോർത്ത് ടെർമിനൽ, ദേശീയ ജലപാത, ട്രിവാൻഡ്രം മെട്രോ, വിമാനത്താവളം എന്നിവ ഹബ്ബിൽ ഉൾപ്പെടും. ഹബ്ബിനായി തിരഞ്ഞെടുത്തത് 106 ഏക്കറാണ്. 2040 വരെയുള്ള മാസ്റ്റർ പ്ലാനിൽ ആനയറയിൽ പ്രത്യേക വികസന പ്രദേശമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആനയറയിലെ 106 ഏക്കർ ഹബ്ബിനായി തിരഞ്ഞെടുത്തത്. നിലവിൽ KSRTCക്ക് വേണ്ടി സ്ഥലമുണ്ട്. ഹബ്ബ് വന്നാൽ നഗരത്തിലെ എല്ലാ പൊതുഗതാഗത സേവനങ്ങളെയും ഒരൊറ്റ സൗകര്യത്തിനുള്ളിൽ ബന്ധിപ്പിക്കുന്ന ഹബ്ബായി ആനയറ മാറും. തിരുവനന്തപുരം വിമാനത്താവളം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, റോഡ് വഴിയുള്ള പൊതുഗതാഗതം, നിർദ്ദിഷ്ട കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗതം, ലൈറ്റ് മെട്രോ എന്നീ മേഖലകൾ സംയോജിക്കും. ആനയറ പ്രദേശത്തിന് സമീപമുള്ള ആക്കുളം, വേളി തടാകങ്ങളുടെ സാമീപ്യം ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഹബ്ബ് നിർമ്മാണത്തിന് ഭീമമായ തുക വേണ്ടിവരുന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിക്കണമെന്നും തീരുമാനമുണ്ടായിരുന്നു. 2026 തലസ്ഥാനത്ത് മെട്രോ റെയിലിന്റെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും നിലവിലുണ്ട്. മെട്രോയുടെ അലൈൻമെന്റിലും ആശങ്കയുണ്ട്. 3 അലൈൻമെന്റുകൾ സർക്കാരിന് മുന്നിൽ KMRL സമർപ്പിച്ചു. എന്നാൽ അലൈൻമെന്റ് അന്തിമമാക്കാൻ ഇതുവരെ സർക്കാരിനായിട്ടില്ല. അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന. DPR തയ്യാറാക്കിയ ശേഷം മാത്രമേ അംഗീകാരത്തിനായി കേന്ദ്രത്തെ സമീപിക്കാനാകൂ. അതേസമയം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സമർപ്പിക്കുന്നതോടെ തലസ്ഥാനത്തിന്റെ തലവര മാറും. ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ഖ്യാതി ഇതിനകം കടൽ കടന്നു. കമ്മീഷനിംഗ് നടക്കുന്നതോടെ 2028 പൂർത്തിയാകേണ്ട അടുത്ത ഘട്ടത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലുമാകും. 2024 ജൂലൈ 13 വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ അടുത്തു തുടങ്ങിയത്. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതുവരെ 263 കപ്പലുകൾ എത്തി. ഇത്രയും സമയത്തിനുള്ളിൽ 5.36 ലക്ഷം TEU കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞമാണ് 1ാം സ്ഥാനത്ത്. പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. രാജ്യത്ത് ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കി ഉൾപ്പെടെ വൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്തു. MSCയുടെ യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജെയ്റ്റ് സർവീസും വിഴിഞ്ഞത്ത് ആരംഭിച്ചു. 2034 മുതൽ തുറമുഖം വഴിയുള്ള വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കും. തുറമുഖത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണം 2028 പൂർത്തീകരിക്കുമെന്നാണ് കരാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.